ഗുണ്ടൂർക്കാരൻ. ഈ ഒരു സിനിമ പലരും കാണണ്ടെന്ന് പറഞ്ഞു. പല റിവ്യൂവിലും മോശം എന്ന് വെച്ചാൽ വളരെ മോശം അഭിപ്രായമുള്ളൊരു സിനിമയായിരുന്നു. എങ്കിലും ഞാൻ പോയി കണ്ടു നോക്കി. ഒരാവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നിയത്. എരിവുള്ള വറ്റൽമുളക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമയ്ക്ക് അത് ആ ഒരു നായകന് ഇൻട്രോ ആയി കൊടുക്കുന്നത്. കണ്ടു കഴിഞ്ഞപ്പം എരിവില്ല, വറ്റൽമുളകും അല്ല, അതൊരു ഫീല്, ഒരു എരിയില്ലാത്ത മുളകിൻ്റെ ഫീലാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തിനീ സിനിമ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അതിനകത്ത് പല ക്യാരക്ടേഴ്സിനെ കണ്ടപ്പോൾ അയ്യോ, അൺസൈക്കിളായിട്ടുള്ള ക്യാരക്ടർ. ഒരു 30 വർഷം മുമ്പൊക്കെ ഈ ഒരു സിനിമ റിലീസായിരുന്നെങ്കിൽ പിന്നെയും കുറച്ച് കാണാൻ പറ്റുമായിരുന്നായിരിക്കും. ശരി, അന്നത്തെ ഒരു കാലഘട്ടത്തിലെ വെച്ചിട്ട് കാണാമായിരുന്നു. ഇപ്പം ഇത് അൺസൈക്കബിൾ എന്ന് പറഞ്ഞാലും ഇപ്പോൾ അൺസൈക്കബിൾ അതായത് ഇപ്പം തെലുങ്കായാലും കന്നഡയായാലും തമിഴായാലും ആ ഒരു സിനിമകളുടെ ഗ്രാഫ് മേപ്പോട്ട് പോകുന്ന സമയത്ത് ഈ സിനിമയുടെ ഗ്രാഫ് താപ്പോട്ട് ഇങ്ങനെ ഫോളിലായിട്ട് ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് അതപ്പതിച്ചൊരു സിനിമ ആണ് ഗുണ്ടർകാരൻ എന്ന് പറയുന്നത്. സിനിമ ഒരു തുടങ്ങുന്ന സമയത്തൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓക്കെ, ജയറാമുണ്ട്, മലയാളത്തിൽ നിന്ന് ജയറാമുണ്ട്, ജയറാമേട്ടന് ഇത് തന്നെ പണി, തെലുങ്കിൽ പോയി അഭിനയിക്കുക എന്നുള്ളത്. അപ്പം മഹേഷ് ബാബുവിൻ്റെ ക്യാരക്ടർ വെങ്കിട്ടരമണ എന്ന് പറയുന്ന ക്യാരക്ടർ, കാരണം ഇൻട്രോ ഒക്കെ മാസ്മരിക്കാം, തെലുങ്കിലെ മാസ്മരിക ഇൻട്രോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആകെയുള്ളത് ഒരു ജീപ്പ് വ്രാങ്ക്ലർ കാണിക്കുന്നുണ്ട്. പിന്നെ നായകൻ്റെ ഫാമിലിയുടെ ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളക് ബിസിനസ്സാണ്. അങ്ങനെ വറ്റൽമുളക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം അമ്മ ഉപേക്ഷിച്ച് പോകുന്നു. അതായത് പണ്ട് ഒരു ചെറിയ കൊലപാതകമൊക്കെ നടക്കുന്നു, അമ്മാവൻ കൊല്ലുന്നു, അച്ഛൻ്റെ പേരിലാക്കുന്നു. അങ്ങനെ അച്ഛനെയും മകനെയും ഉപേക്ഷിച്ചിട്ട് അമ്മ പോകുന്നു. അമ്മയുടെ ഫാമിലിയുടെ വീട്ടിലേക്ക് പോകുന്നു. അമ്മയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്സിലാണ്, ഹൈദരാബാദിലെ വലിയ പൊളിറ്റിക്സ് ഫാമിലിയാണ്. അച്ഛൻ ആ ഒരു ചീഫ് മിനിസ്റ്ററൊക്കെ ആയിരുന്നു. അതിനുശേഷം അവിടെ ചെന്ന് മകൾ ചീഫ് മിനിസ്റ്റർ ആവുന്നു. പിന്നെ 25 വർഷം 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കഥയാണ്. അതായത് രമണ വലുതായിട്ടുള്ള കഥയാണ് കാണിക്കുന്നത്. രമണ നമ്മുടെ നായകൻ, നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു വറ്റൽമുളക് നായകനെ കാണിക്കുന്നു. ഭയങ്കര എരിവുള്ള നായകൻ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. അപ്പം ഈ സിനിമയുടെ ഫസ്റ്റ് തൊട്ട് ക്ലൈമാക്സ് വരെ ഉള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മയ്ക്ക് മോനെ വേണ്ട, അപ്പോൾ ഈ സ്വത്തിലൊന്നും അവകാശമില്ല എന്ന് മോൻ ഒപ്പിട്ട് കൊടുക്കണം എഴുതി. അപ്പോൾ അതിന് ഈ വെങ്കിട്ടസ്വാമി, അതായത് ഈ രമണയുടെ അപ്പൂപ്പൻ, അതായത് ഈ നായകൻ്റെ അമ്മയുടെ അച്ഛൻ, പുള്ളിക്കാരനാണ് ഈ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയൊക്കെയായിട്ട് വിളിക്കുന്നത്. പക്ഷെ അമ്മ നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിടാമെന്നുള്ള രീതിയിൽ നായകൻ വരുന്നു. ആദ്യം ഒരു പാർട്ടി ഓഫീസിലൊക്കെ പോകുന്നു, അവിടെ നാശം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നാശം ഉണ്ടാക്കുന്നു. ഈ പ്രകാശ് രാജിൻ്റെ ആ ഒരു ക്യാരക്ടർ, ഇത്രയും വെറുപ്പിച്ചൊരു ക്യാരക്ടർ, പ്രകാശ് രാജിൻ്റെ ഇത്രയും വെറുപ്പിച്ചൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു എസൻസ് ഇല്ലാത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എസൻസ് ഇല്ലാത്ത. പിന്നെ നായികയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. നായിക ഭയങ്കരമായിട്ടുള്ള നായികയാണ്. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് പുഷ്പയ്ക്കകത്തെ നായികയ്ക്കാണ് ആ ഒരു ഏറ്റവും ലോ ക്ലാസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ശ്രീലീല അവതരിപ്പിച്ചുള്ള അമിക്ത എന്ന് പറയുന്ന ക്യാരക്ടർ അതിലും ഗംഭീരം. അതായത് ഈ ഒരു വെങ്കിട്ടസ്വാമിയുടെ ഫാമിലി ലോവറായിട്ടുള്ള ഒരാളുടെ മകളാണ്. ആ ഒരു മകൾ ഈ ഒരു രമണയുടെ അടുത്ത് പോയിട്ട് ഈ ഒരു സാധനം ഒപ്പിട്ട് വാങ്ങിക്കാനായിട്ട് പോകുന്നു. രമണയെ സെഡ്യൂസ് ചെയ്ത് ഒപ്പിട്ട് വാങ്ങിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെന്ന് രമണയുടെ ഇഷ്ടത്തിലാകുന്നു. പിന്നെ അച്ഛനെ തള്ളിപ്പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കുറേ ഫൈറ്റ് സീനുകളും കുറേ വില്ലന്മാർക്ക് തന്നെ അറിയില്ല എന്തിനാണ് വില്ലന്മാർ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ ക്ലൈമാക്സിലൊരു അമ്മ പാസമുണ്ട്, എൻ്റെ മോനെ, അൺസഹിക്കബിൾ എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ. ഇതൊന്നും താങ്ങാൻ പറ്റൂല നമുക്ക്. അത്രയ്ക്ക് അൺസഹിക്കബിളായിട്ടുള്ളൊരു സീനാണ്. അതായത് അമ്മ എന്തിനാണ് മകനെ ഇങ്ങനെ വെറുത്തത്, മകനെ എന്തിനാണ് ഉപേക്ഷിച്ചിട്ട് പോയത്, മകൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു ലോജിക്കിൻ്റെ എസൻസേ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ അമ്മയുടെ ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്ത് അമ്മ വേറെ കല്യാണം കഴിച്ചു, ആ മകനുണ്ടാകുന്നത് അത് ആരാണെന്നുള്ളതൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജയറാമിന് വലിയ റോളൊന്നുള്ള ക്യാരക്ടറൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് 2 ഡയലോഗ് അടിക്കും, തിരിച്ചു പോയി പാട്ട് കേൾക്കും, അതേ ഉള്ളൂ. പിന്നെ നായിക വരുന്നത് ഡാൻസ് കളിക്കാനും നായകനുമായിട്ട് ചെറുതായിട്ട് ഫ്ലോട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ്. അല്ലാതെ നായികയ്ക്കും റോളില്ല. ഇതിനകത്ത് ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ വരുന്നു, വില്ലന്മാർ വരുമ്പോൾ വില്ലന്മാരെ അടിക്കുന്നു, ഒരു സമയം നായിക രക്ഷിക്കുന്നു, ഒരു സമയത്ത് അമ്മയെ കൊല്ലാൻ ശ്രമിച്ച വില്ലന്മാരെ അവിടെ പോയി അടിക്കുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് ഭയങ്കര മാസമായിട്ടുള്ളത്. ഇതിനകത്ത് ആകെ കൊള്ളാവുന്ന ആ ഒരു വൈറലായ പാട്ട് മാത്രമാണ്. അല്ലാണ്ട് ഇതിനകത്ത് ഒന്നും കൊള്ളില്ല എന്നുള്ളത്. മഹേഷ് ബാബു വെറുതെ ഒരു ബീഡിയും വലിച്ച് ഗ്ലാസും വെച്ച് ഇത് പിന്നെ രാജമാണിക്യം കണ്ടിട്ടാണോ ഈ ഒരു സിനിമ എടുത്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം നായകനൊരു കണ്ണ് കാണാൻ വയ്യ, അമ്മ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കും.
അതിനകത്ത് അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി ആ ഒരു സ്വത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ അമ്മയെ രക്ഷിക്കാനും ആ ഒരു അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് വേണ്ടി ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു രാജമാണിക്യം 144 P വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേ ഉള്ളൂ. ഇപ്പം നായകന് ചെറുതായിട്ട് കണ്ണ് കാണാൻ പറ്റുള്ളൂ, നായകൻ്റെ കണ്ണങ്ങനെ അടിച്ചു പോകുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ വറ്റൽമുളകാണ് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വറ്റൽമുളക് ബിസിനസ് ആണല്ലോ. വില്ലന്മാരെയൊക്കെ പോയി അടിക്കുന്ന ഒരു കൈയും കണക്കില്ല. നായകൻ്റെ അടി പോലും കിട്ടത്തില്ല എന്നുള്ളതാണ്. നായകനാകെ 1-2 അടി കിട്ടും. പക്ഷേ നായകനൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അല്ലാണ്ട് നായകൻ വീണ് മറ്റേ ചോര ലഭിക്കുന്ന പരിപാടിയൊന്നുമില്ല. നായകനുള്ള വറ്റൽ മുളക് കത്തി എന്തോ വറ്റൽ മുളക് എന്തോ ഒരു സാധനം പറയുന്നുണ്ട്, ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ കുറേ പാട്ടൊക്കെ ഉണ്ട്. ദൈവത്തോട് നിങ്ങളിത് പോയി കാണരുത് എന്നുള്ളതാണ്. ദൈവത്തെ അപേക്ഷയാണ്. വെറുതെ ആ ഒരു സമയം വേസ്റ്റ് ആക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്നാൽ ഈ പ്രൊഡ്യൂസറൊക്കെ എന്ത് കണ്ടിട്ടായിരിക്കും ഈ സിനിമ എടുത്തത്? ചിലപ്പം തെലുങ്കിലും മഹേഷ് ബാബുവിൻ്റെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഓടുമായിരിക്കും. പക്ഷേ ഇതൊരു 10-20 വർഷം മുന്നേക്കുള്ളതായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ 2024 ഇങ്ങനത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസൻസ് എന്ന് പറയുന്ന സാധനമില്ലെന്ന്. സിനിമ തുടങ്ങിയിട്ട് ഈ ഒരു 1.5 മണിക്കൂർ വരെ ഈ ഒപ്പിടുന്ന സാധനമാണ് കാണിച്ചു പോകുന്നത്. ഒപ്പിടാൻ വേണ്ടി വരുന്നു, രമണ വരുന്നു, ഒപ്പിടാതെ പോകുന്നു. അതിനിടയ്ക്കൂടെ നായികയുടെ രാമു എന്ന് വിളിച്ചുള്ള കുറേ കൊണയടി. ഞാൻ ഒന്നും പറയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മഹേഷ് ബാബുവും വിളിച്ചിട്ടുണ്ട്. ശ്രീലീല നായിക അതിലേറെ വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രകാശ് രാജ് അതിലേറെ വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടന് വലിയ റോളില്ലാത്തതുകൊണ്ട് ജയറാമേട്ടൻ വെറുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അമ്മയെ കാണിക്കുന്നില്ല. അമ്മയെ അവസാനത്തെ ഒരു കുറച്ച് സീനിലാണ് കാണിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ നിഴലിങ്ങനെ വന്നു പോകുന്നതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊരു സിനിമ. ഇത് എന്തിനെടുത്ത് വെച്ചേക്കുന്നതാണ്? എന്തിന്? ബട്ട് വൈ. അപ്പം നിങ്ങൾ ഗുഡർകാരൻ പോയി കാണരുതെന്ന് ആണ് ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ വെറുതെ സമയം പോവും. ഇതുപോലെ ഫ്രസ്ട്രേഷനും ഈ സിനിമ എന്തിനാണ് കണ്ടേ? ഇത് പഴയ ഏതെങ്കിലും സിനിമ എടുത്ത് കണ്ടാൽ പറയായിരുന്നു. ഇതേപോലത്തെ കുറേ സിനിമ മഹേഷ് ബാബുവിനെ തന്നെ കാണും സിനിമകൾ, കുറേ ഇതേപോലുള്ള സിനിമകൾ. അല്ലാതെ ഒരു പുതുമയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സിനിമ കാണാനായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. വെറുപ്പിച്ച് നാരണകല്ലാക്കി വെച്ചിരിക്കുന്ന സിനിമ ഗുണ്ടർകാരൻ. ഇത് ഞാൻ എന്ത് പറയാനാണ്? ഞാൻ നിർത്തിപ്പോവാണ്. ഞാൻ പോവാണ് ഗൈസ്. ബൈ.